ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് വീണ്ടും ഒരു യാത്രാ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് യാത്ര വാഗമണ്ണാട്ടോ പോകുന്നത്. ഒത്തിരി തവണ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് വാഗമൺ. എന്നാലും വീണ്ടും ഒന്നും കൂടി പോയേക്കാന്നേ. അങ്ങനെ വാഗമണ്ണിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണേ. മൂന്നാറായിരുന്നു പ്ലാനിൽ, പക്ഷേ വന്നത് വാഗമണ്ണായി. എന്തായാലും ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ, ഓഫീസിൽ നിന്ന്. അപ്പോൾ 4 വക്കീലന്മാരും ഞാനും സുനിത ചേച്ചിയാട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു 8:30 ആയപ്പോഴേക്കും കട്ടപ്പനയിൽ നിന്ന് യാത്ര തിരിച്ചു. 7:30 ആവുമ്പോൾ ഇറങ്ങണം എന്നായിരുന്നു പ്ലാന്. പക്ഷെ വന്നത് 8:30 ആയി. കുറച്ചധികം ലേറ്റായി പോയിട്ടോ. അപ്പോൾ വാഗമണിന്റെ മുന്നിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ തുടങ്ങുകയായേ. എല്ലാവരും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. ഇപ്പോൾ ഞങ്ങൾ വാഗമണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഈ അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, റീലുകളിലൊക്കെ ഒത്തിരി കാണാറുള്ള ഒരമ്പലമാണ് അത്. അങ്ങനത്തെ ഞങ്ങൾ വാഗമൺ മൊത്തക്കുന്നിൻ്റെ ഭാഗത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകുവാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പോയത് ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് പോയത്. അപ്പോൾ വെക്കേഷനും കൂടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് കണ്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കൊച്ചു കുതിരയും മുതിർന്നവർക്ക് വേണ്ടിയിട്ട് വലിയ കുതിരയായിരുന്നു കേട്ടോ. അപ്പോൾ കുതിര സവാരി ഇവിടെയുണ്ട്. ഞങ്ങൾ അങ്ങനെ പാസ് എടുക്കുന്നിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടോ, മുതിർന്നവർക്ക് പോകാനുള്ള വലിയ കുതിര ഇവിടെയുണ്ട്. ഒരു 100 മീറ്ററോളം അവർ നമ്മളെ നടത്തിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മളെ എവിടെ നിന്നാണോ എടുത്തത് അവിടെ കൊണ്ട് വിടുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മൊട്ടക്കുന്നിലേക്ക് കയറിയിട്ടോ പാസ്സൊക്കെ എടുത്ത്. നല്ല വെയിലായിരുന്നേ, നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ചിലരൊക്കെ കുടയൊക്കെ ചൂടിയാണ് നടക്കുന്നത്. മൊട്ടക്കുന്നാകുമ്പോൾ വേറെ ഒത്തിരി മരങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് നന്നായിട്ട് ചൂട് നമ്മളിലേക്ക് ഡയറക്റ്റ് അടിക്കും. അതുകൊണ്ട് കുറേ പേരൊക്കെ കുടയൊക്കെ ചൂടിയായിരുന്നു നിന്നത്. അപ്പോൾ ഇവിടെ സിപ്പ് ലൈനും ഉണ്ടായിരുന്നേ. കുറേ പേരൊക്കെ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാരും സിപ്പ് ലൈനിൽ കയറിയില്ല കേട്ടോ. ഏതൊക്കെ പറയുന്നുണ്ടായിരുന്നു കയറണം എന്നൊക്കെ, പക്ഷെ ആരും തന്നെ കയറിയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ടു. കുറച്ച് പേരൊക്കെ സിപ്പ് ലൈനിൽ കൂടെ പോകുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊന്നും വാഗമൺ അങ്ങനെ വന്നിട്ടില്ല. ചേട്ടൻ്റെ കൂടെയാണ് കൂടുതൽ തവണയും വാഗമൺ വന്നിട്ടുള്ളത്. നമുക്ക് പാലായ്ക്ക് പോകണമെങ്കിലും രാമപുരം പോകണമെങ്കിലും ഒക്കെ എളുപ്പത്തിൽ ഹൈ റേഞ്ചിൽ നിന്ന്, അതായത് കട്ടപ്പനയിൽ നിന്ന് നമ്മൾ ഈ വാഗമൺ വഴിയാണ് നാട്ടിൻപുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ വഴിയൊക്കെ പോകുമ്പോൾ ഈ വാഗമണിലും ഒക്കെ കയറാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സിപ്പ് ലൈനിൽ കൂടെ പോകുന്നതൊക്കെ കണ്ടിട്ട് തിരിച്ച് അടുത്ത മലയിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുവാണ്. അങ്ങനത്തെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ മുകളിലേക്ക് നടന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. നല്ല ഫുഡായിരുന്നു, നല്ല മീൻകറിയായിരുന്നു, കപ്പ വേവിച്ചതൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ വന്നത് പൈൻ വാലിയിലാണ്. മെയിൻ പൈൻ വാലിയിലല്ല വന്നത്, അതിൻ്റെ താഴ്വശത്താണ് വന്നത്. ഇവിടെ ആകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് ശാന്തമായി സമാധാനത്തോടു കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മുകളിലത്തെ പൈൻ വാലിനേക്കാളും തിരക്ക് കുറവായതുകൊണ്ട് മുകളിൽ നല്ല തിരക്കാട്ടോ. അപ്പോൾ ഇവിടെയും പാസ്സുണ്ട്. പണ്ട് ഇവിടെ പാസ്സൊന്നും ഇല്ലായിരുന്നു, ഒത്തിരി പേരൊന്നും അങ്ങനെ വരത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ പാസ്സൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ പേരൊക്കെ വരുന്നുമുണ്ട്. പിന്നെ ഇവിടെ മൊത്തം തോട്ടപ്പുഴുവാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. കുറച്ച് ദൂരം നടന്നു, ഒത്തിരി ഒന്നും മുകളിലേക്ക് കയറി പോയില്ല. കുറച്ച് ദൂരമൊക്കെ നടന്നപ്പോഴേക്കും ഞങ്ങളുടെ കാലേക്കൂടെയൊക്കെ തോട്ടപ്പുഴു കയറി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒത്തിരി ദൂരമൊന്നും മുന്നോട്ട് പോയില്ല, തിരിച്ചിറങ്ങി പോരുവാണ് ചെയ്തത്. ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെയെന്ന് വെച്ചാൽ നിറയെ ആൾക്കാരായിരിക്കും. അപ്പോൾ ആൾക്കാരുള്ളിടത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ പോകാം. കുറച്ച് സമാധാനപരമായി പൈൻ വാലികളൊക്കെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയേ. ഇവിടെ ഒത്തിരി ആൾത്തിരക്കൊന്നുമില്ല. നമുക്ക് സമാധാനപരമായി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ സാധിക്കും. തോട്ടപ്പുഴ കയറാതെ നോക്കിയാൽ മാത്രം മതി. അങ്ങനെ സുന്ദര ചേച്ചിയൊക്കെ അവിടെ കുറച്ചു നേരം പോയിരിക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം ട്രാവലിംഗ് ആയിരുന്നല്ലോ. പിന്നെ അവിടെ നല്ലൊരു കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ചൂടൊന്നുമില്ല. നിറയെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചൂടൊന്നുമില്ലായിരുന്നു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അതെ, ബിജിലയുടെ കാലിൽ തോട്ടപ്പുഴു കയറി നമ്മൾ നോക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പൈൻ വാലിയിൽ നിന്ന് ഇറങ്ങി നേരെ വാഗമൺ ടൗണിനടുത്തുള്ള ഈ ആമ്പൽക്കുളത്തിൻ്റെ ഭാഗത്തേക്ക് വന്നേ. ഇവിടെ കണ്ടോ, നിറയെ ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കുവാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ, കണ്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അന്നേരത്തേക്ക് നല്ല മഴക്കാറായിരുന്നേ.
അതുകൊണ്ട് പിന്നെ അവിടെ നിന്നാൽ വാഗമണിലെ മൊട്ടക്കുന്ന് ഭാഗത്തൊന്നും ഇടി മിന്നുമ്പോൾ നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല. ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് നമ്മളിലേക്ക് മിന്നലേക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ പോയി വന്നതിന് ഒരു 1 വീക്കിന് ശേഷമാണ് അവിടെ ഒരു കുട്ടി ഇടിമിന്നലേറ്റ് മരിച്ചത്. അപ്പോൾ ഞങ്ങൾ മഴക്കാറൊക്കെ കണ്ടുകൊണ്ട് പിന്നെ തിരിച്ചു പോന്നു. നമുക്ക് വാഗമണിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് കട്ടപ്പനയ്ക്ക്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇവിടെ ചെറിയ കട കണ്ടേ, ഇവിടെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും പായസമൊക്കെ വാങ്ങി കുടിച്ച് തിരിച്ച് കട്ടപ്പനയ്ക്ക് പോന്നു. മിനിമോളും പോപ്പിയും തൊടുപുഴക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് തൊടുപുഴയ്ക്ക് പോകണമായിരുന്നു. ഞങ്ങളെ ഹൈ റേഞ്ചിൽ, അതായത് കട്ടപ്പനയിൽ ഇറക്കി വിട്ടിട്ട് അവർ തിരിച്ച് വീട്ടിലേക്കും പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. എൻ്റെ ചാനലിൽ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുഡ് വീഡിയോയും ട്രാവൽ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ ഒന്ന് പോയി കാണണേ, സപ്പോർട്ട് ചെയ്യണം.